Hey, hello and welcome back to my channel. My name is Pranavi and I'm a final prof BMS student. Today in this video, I'm going to discuss you about the first prof BMS subjects and the textbook. ഓക്കെ, ഇത് ഒരു ക്വയറി ആണ്. അതായത് സെക്കൻഡ് പ്രൊഫ് ബി എം എസിൻ്റെ സബ്ജക്റ്റും ഞാൻ ഉപയോഗിച്ച ബുക്സും ഏതാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴത്തേക്കാണ് ഫസ്റ്റ് പ്രൊഫും കൂടെ പറയാം എന്നൊരു തോന്നലുണ്ടായത്. അപ്പോൾ നമുക്ക് ഇത്തവണ ഉള്ളത് 5 സബ്ജക്റ്റാണ്. അതായത് അനാറ്റമി, ഫിസിയോളജി, സംസ്കൃതം ആൻഡ് സംഹിത ആൻഡ് സിദ്ധാന്ത, പിന്നെ പദാർത്ഥ വിജ്ഞാനം. അപ്പോൾ ഓരോ സബ്ജക്റ്റായിട്ട് പറയാം. അനാറ്റമി നമുക്കിപ്പോൾ പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോഡേണും പഠിക്കണം, ആയുർവേദവും പഠിക്കണം. അപ്പോൾ മെയിനായിട്ട് അനാറ്റമി പഠിക്കാനായിട്ട് മോഡേണായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബുക്കാണ് വി ഡി ചൗരസ്യ. എല്ലാവർക്കും അറിയാം, 4 വോളിയമായിട്ട് ഉള്ള ഈ കാണപ്പെടുന്ന ഒരു ബുക്കാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഗ്രേസ് അനാറ്റമി. അതാണ് നമ്മുടെ ഒരു മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ ഒരു ബൈബിൾ എന്ന് തന്നെ പറയാൻ പറ്റും. ഗ്രേസ് അനാറ്റമി അത് നിങ്ങൾ വാങ്ങിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അതിന് എക്സ്പെൻസീവും ആണ്. പിന്നെയുള്ളത് എല്ലാ ഡയഗ്രങ്ങളും അത്രയും പ്രിസൈസ് ആയിട്ട്, ഒത്തിരി മൈന്യൂട്ട് കാര്യങ്ങൾ പോലും കൃത്യമായിട്ടാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എക്സാം പ്രിപ്പറേറ്ററി മാനുവൽ ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ്, അതിൻ്റെ പിക്ചർ ഞാനിവിടെ കൊടുക്കാം. ഇതെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഡോക്ടേഴ്സ് തന്നെ എഴുതിയിട്ടുള്ളത്, കുറച്ച് സ്റ്റുഡൻസ് എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ്. അതായത് നമ്മൾ ഈ വി ഡി ചൗരസ്യ 4 എണ്ണം പഠിക്കുന്നതിന് പകരം ഈ ഒരു ഒറ്റ ബുക്കിനകത്ത് എല്ലാം എഴുതിയിട്ടുണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് അത് എഴുതിയിരിക്കുന്നത്. പിക്ചറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പിന്നെ ചാർട്ടുകളുണ്ട്. നല്ല രസമാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഈ ബുക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അനാട്ടമി പഠിക്കാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണിത്. അടുത്തതെന്ന് പറയുന്നത് അതിൻ്റെ ആയുർവേദ പോർഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു ബുക്ക് പ്രിഫർ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ യൂസ് ചെയ്തത് ഈ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ഈ ഒരു ബുക്കാണ്. കാരണം ഇതിനകത്ത് മോഡേണും പറയുന്നുണ്ട്, ആയുർവേദവും ഉണ്ട്. പക്ഷേ ഈ ഒരു ബുക്കാണ് നല്ലത്. എനിക്ക് ഒരു എസ്സേ റൈറ്റിംഗ് കോമ്പറ്റീഷനിൽ എനിക്ക് പ്രൈസ് കിട്ടിയ ഒരു ബുക്കാണിത്. പക്ഷേ ഇതാണ് നല്ലത്, ബെറ്റർ ഓപ്ഷൻ ഇതാണ്. ഇനി അടുത്തത് ഫിസിയോളജിയാണ്. ഫിസിയോളജിയിൽ നമ്മൾ മോഡേൺ പഠിക്കാൻ വേണ്ടിയിട്ട് സെംബോലിംഗമാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഷോർട്സും അതായത് കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട്, അതായത് കുറച്ചുകൂടെ എഡിറ്റഡ് വേർഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ഇതിൻ്റെ ആയുർവേദ പോർഷൻ പഠിക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്ത ബുക്കാണ് സുഭാഷ് റാനഡയുടെ ബുക്കാണ്. കാരണം ഇതിനകത്ത് കുറച്ചുകൂടെ നല്ല ഡൈജസ്റ്റീവ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് അത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്, ചാർട്ടുണ്ട്. അതൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എളുപ്പമാണത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് പദാർത്ഥ വിജ്ഞാനം. പദാർത്ഥ വിജ്ഞാനത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ബുക്കാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ 2024 2023 എഡിഷനാണ്. ഇതിന് മുമ്പ് വേറൊരു വേർഷൻ ഉണ്ട്. ഞാൻ 2021 ബാച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്യുന്ന ബുക്കിൻ്റെ പിക്ചർ എൻ്റെ കയ്യിൽ ഇല്ല. ആ ബുക്കിനേക്കാളും കുറച്ചുകൂടെ നല്ലത് ഇതാണ്. ഞങ്ങളുടെ ബാച്ച് കഴിഞ്ഞതിന് ശേഷം വന്ന എല്ലാ ഇയറിലും പുതിയ വേർഷൻസ് വന്നു. ഇത് റീസെൻ്റ് ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷനിലുള്ള ഒരു ബുക്കാണ്, നല്ലൊരു ബുക്കാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ ഒരു റെഡ് ആൻഡ് യെല്ലോ കളറിലുള്ള ബുക്ക്. ഇതിനകത്ത് നിന്നാണ് മാക്സിമം ടീച്ചേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ബുക്ക് ഇതാണ്. കാരണം ഇതിനകത്ത് ഡീപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് റെഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ദർശനങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ സംസ്കൃതം പഠിക്കാനായിട്ട് ഈ ബുക്കാണ്. ഇതിനകത്ത് നമുക്ക് ഈ ഒരു ബുക്കിനകത്ത് പേപ്പർ 1ഉം പേപ്പർ 2ഉം ഉണ്ട്. അതായത് ഗ്രാമർ പോർഷനും ഉണ്ട്, ലിറ്റററി പോർഷൻസും ഇതിനകത്ത് തന്നെ ഉണ്ട്. നല്ലൊരു ബുക്കാണ്. ഈ ഒരു ബുക്ക് മാത്രം മതി. പിന്നെ അതായത് ഇതിനകത്ത് തന്നെ പഞ്ചതന്ത്രം കഥകളും എല്ലാം തന്നെ ഉണ്ട്. പിന്നെ അഷ്ടാംഗ ഹൃദയം അതായത് ഈ ശ്ലോകം തന്നിട്ട് അതിൻ്റെ മീനിങ് എഴുതുക, സന്ധി സമാസം പിരിച്ചൊക്കെ എഴുതുക എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഷ്ടാംഗ ഹൃദയം എനിക്ക് തോന്നുന്നു 1 മുതൽ 4 വരെ ഉള്ള വോളിയൂംസിൽ ഉണ്ട്. ഈ ഒരു ടെക്സ്റ്റും കൂടെ ഉണ്ട്. പക്ഷെ ഞങ്ങളത് യൂസ് ചെയ്തിരുന്നില്ല. പക്ഷെ അതായത് ഞങ്ങൾ പഠിക്കുന്ന സമയത്താണ് പുതിയ ടെക്സ്റ്റൊക്കെ വരുന്നത് സിലബസ് അനുസരിച്ച്. അപ്പോൾ ആ സമയത്ത് ടെക്സ്റ്റിൻ്റെ അൺഅവൈലബിലിറ്റി കാരണം ഞങ്ങൾ ഇതെല്ലാം പ്രിന്റ് എടുക്കുകയാണ് ചെയ്തത്. മൊത്തം എടുത്തിട്ടില്ല, നമുക്ക് ആവശ്യമുള്ള ചാപ്റ്റേഴ്സ് മാത്രം സംസ്കൃതം പഠിക്കുന്നതിന് വേണ്ടി. ഓക്കെ, അങ്ങനെ എടുത്തു. പിന്നെ അടുത്തത് സംഹിത ആൻഡ് സിദ്ധാന്തമാണ്. ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് അഷ്ടാംഗ ഹൃദയമാണ്, സൂത്രസ്ഥാനം. അപ്പോൾ ഇതിനകത്ത് എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മിക്ക ശ്ലോകങ്ങൾ നമുക്ക് വേണം. ഇനി അടുത്തത് ചരക സംഹിതയുടെ 12 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഈ ഒരു യെല്ലോ ബുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ഇതാണ് ഞങ്ങൾ ആദ്യം വാങ്ങിച്ചെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് സചിത്ര ചരകമാണ്. അതായത് ഏറ്റവും നന്നായിട്ട് ഒരു ചരക സംഹിത പഠിക്കണമെങ്കിൽ സചിത്ര ചരകം യൂസ് ചെയ്യുന്നതായിരിക്കും
പഠിക്കുന്നതായിരിക്കും നല്ലതെന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ വേറൊരു ബുക്കുള്ളത് ഇല്ലുസ്ട്രേറ്റഡ് ചരക സംഹിതയുണ്ട്. ഇതും നല്ല ബുക്കാണ്, പക്ഷെ ഇതിൻ്റെ പ്രൈസ് ഇച്ചിരി കൂടുതലാണ്. പക്ഷെ ഈ ഒരു സചിത്ര ചരകം ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ഇത്രയും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും, അതല്ലേ നല്ലത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ വീഡിയോ. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. സീ യു ഓൺ നെക്സ്റ്റ് ടൈം. ടാറ്റാ, ബൈ ബൈ.